പലപ്പോഴും ഈ എക്സ് മുസ്ലിങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള വെറുപ്പ് പ്രചാരണവും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് പല ആളുകളും മുസ്ലിങ്ങളും അല്ലാത്തവരുമടക്കം ഇവിടെ സമാധാനത്തോടുകൂടി ആളുകൾ ജീവിക്കണമെന്ന് കരുതുന്ന മറ്റ് മതസ്ഥരായ ആളുകളടക്കം അതിലുള്ള പ്രയാസം രേഖപ്പെടുത്താറുണ്ട്. ഇവരിങ്ങനെ നിരന്തരം വെറുപ്പും വിദ്വേഷവും ഒരു വിഭാഗത്തിനെതിരായ പ്രചാരണങ്ങളും നിരന്തരം നടത്തുന്നതോടുകൂടി ഈ സമൂഹത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് മുസ്ലിങ്ങളും അല്ലാത്തവരും നിരന്തരം പങ്കുവെക്കുന്ന ഒരു ആശങ്കയാണ്. പല മുസ്ലിങ്ങളും അങ്ങനെ പറയാറുണ്ട്, ഇവരെ കൊണ്ട് വലിയ രൂപത്തിൽ ഒരു ആവശ്യമില്ലാത്ത രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണല്ലോ എന്നുള്ളത് പല ആളുകളും പങ്കുവെക്കാറുണ്ട്. സമൂഹങ്ങൾക്കിടയിൽ സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ എല്ലാ കാര്യത്തിനും അതിൻ്റേതായ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ഉണ്ടാകും എന്നുള്ളത് പോലെ ശരിയാണ്, ഇവരെ കൊണ്ട് സമൂഹത്തിൽ വലിയ ധ്രുവീകരണം ഉണ്ടാകുന്നുണ്ട്. അത് ഗവൺമെൻറ് പോലെയുള്ള നിയമ സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത് കിടക്കുമ്പോഴും ഇവരെ കൊണ്ട് ഉണ്ടാകുന്ന മറ്റൊരു പോസിറ്റീവായൊരു കാര്യം, ഇവർ നിരന്തരം, അതായത് നമ്മുടെ നാട്ടിൽ പല ആളുകളും പല വിഷയങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കും. നിരന്തരം ഇവർ ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും തന്നെ സംസാരിക്കുന്നതിലൂടെ പലപ്പോഴും നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ളൊരു കാര്യം, ഇസ്ലാമിനെക്കുറിച്ച് ഒരു നോർമലി കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് ആലോചിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളടക്കം ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും അവരെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്ന, കൂടുതലായി അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത് നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ ഈ എക്സ് മുസ്ലിങ്ങളുടെയൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട് എന്താണിത് സംഭവം എന്ന് അന്വേഷിക്കാൻ പോയ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇങ്ങനെയുള്ള കുറേ അന്വേഷണങ്ങളും അല്ലെങ്കിൽ വീഡിയോകളൊക്കെ കണ്ട് അത് അങ്ങനെയൊക്കെ ചിന്തിച്ച് അദ്ദേഹത്തിൻ്റേതായ ചില ചിന്തകൾ പങ്കുവെക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്ക് കേൾക്കാം. ഒരു 6-ാം നൂറ്റാണ്ടിൽ ഒരു പ്രവാചകൻ അറബ് നാട്ടിൽ ജനിച്ച്, അദ്ദേഹത്തിന് അക്ഷരാഭ്യാസം ഇല്ലാതെ അദ്ദേഹം ആ പ്രദേശങ്ങളിൽ മാത്രം ജീവിച്ചു വന്നിരുന്ന അറിവുകൾ മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് 200 കോടി ജനങ്ങളുടെ ഒരു പ്രവാചകനായിട്ട് മാറാൻ പറ്റിയത് എന്നുള്ളത് ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കണ്ടത്. പറയാനായിട്ടുള്ള കാരണം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന വ്യക്തികളൊക്കെ പ്രവാചകൻ നബി അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്ത ഏകത്വ ദൈവ ആ ഒരു സംവിധാനം, ഏകത്വ ദൈവം മാത്രമുള്ളൂ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം, മറ്റുള്ളതൊന്നും ദൈവങ്ങളല്ല, ആരാധിക്കപ്പെടുവാനായിട്ട് സൃഷ്ടാവായ ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് ആ കാലഘട്ടത്തിലത്തെ ആ ജനങ്ങളോട് ഇത് പറഞ്ഞു നടന്നപ്പോൾ, ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഇന്ന് 200 കോടി ജനങ്ങളായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ? കുറേ എക്സ് മുസ്ലിമിൻ്റെ കുറേ വീഡിയോകളൊക്കെ ഞാൻ കണ്ടു. ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട്, ആ കാര്യത്തിനെക്കുറിച്ചൊന്ന് ഉള്ളിലേക്ക് കടന്നൊന്ന് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹങ്ങളെ കൊണ്ട് ഞാൻ വെറുതെ ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഒരു കൂട്ടർ പറയണത് അത് യഹൂദരിൽ നിന്ന് കോപ്പി അടിച്ചാണെന്ന്. യഹൂദരിൽ നിന്ന് ഏകത്വ ദൈവത്തിനെ കോപ്പി അടിക്കുകയായിരുന്നെങ്കിൽ ആ നാട്ടിൽ, അതായത് അദ്ദേഹം വളരെ ദൂരെ യാത്രകളൊന്നും പോയിട്ടില്ല, മക്ക ടു മദീന, അതിൻ്റെ ആ പ്രാന്തപ്രദേശങ്ങൾ, അങ്ങനെയുള്ള ആ ഭാഗത്താണ് ആൾ ഈ പ്രസംഗങ്ങളും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞത് ഇത്രയും ജനങ്ങൾ എങ്ങനെ വിശ്വസിച്ചു? അങ്ങനെ യഹൂദർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിന്നെ വേറൊരു വിഭാഗം ജനങ്ങളും ഇത് വിശ്വസിക്കാനായിട്ട് തയ്യാറായി? ഇനി ഇദ്ദേഹത്തിന് അക്ഷരാഭ്യാസം ഇല്ല, അദ്ദേഹത്തിന് വായിക്കാറില്ല എന്ന് പറഞ്ഞു. ഇത്രയും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ഇപ്പോൾ കുറെ ജ്ഞാനങ്ങൾ, കുറെ സൂക്തങ്ങൾ, കുറെ കാര്യങ്ങൾ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഓരോന്നോരോന്നെടുത്ത് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഇതിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും ഖുർആനിനെയും ഇസ്ലാമിനെയൊക്കെ അതിനെ മോശമാക്കാൻ അവർ പറയുന്ന ന്യായങ്ങൾ. ഒരുപക്ഷെ ഇത് ഇത്തരം ആളുകളുടെ വീഡിയോകൾ മാത്രം കേട്ട് പിന്നെ ഒരു വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ അന്തരീക്ഷത്തിൽ അത് മാത്രം കേട്ട് അങ്ങനെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകും, ഇങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ആളുകൾ സ്വതന്ത്രമായും ചിന്തിക്കും. ഓക്കെ, ഇപ്പോൾ യഹൂദന്മാരിൽ നിന്ന് കോപ്പി അടിച്ചു എന്ന് പറയുമ്പോൾ, ശരി, ആ കോപ്പി അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് യഹൂദന്മാരുടെ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതിന് വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ അതിലുള്ള ചരിത്രപരമായ അബദ്ധങ്ങളെ അടക്കം ഓവർകം ചെയ്തുകൊണ്ട് ആ അബദ്ധങ്ങളടക്കം ഇല്ലാത്ത രൂപത്തിൽ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ്റെ ചരിത്രം പറയാൻ സാധിക്കുക? അതേപോലെ തന്നെ മൂല്യങ്ങൾ ഒരുപോലെ ഉണ്ട് എന്നുള്ളതാണ് പലതും കോപ്പിയടി എന്ന് പറയുന്നത്. അവിടെ യഥാർത്ഥത്തിൽ എല്ലാം പിന്നെ മോസസ് ആണെങ്കിലും ജീസസ് ആണെങ്കിലും മുഹമ്മദ് നബി ആണെങ്കിലും ഒക്കെ ഒരേ പ്രവാചകൻ, ഒരേ ദൈവത്തിൽ നിന്നുള്ള പ്രവാചകന്മാരാണെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഒരേ ദൈവത്തിൽ നിന്നാകുമ്പോൾ സ്വാഭാവികമായിട്ടും മെസ്സേജസിലും എന്തുണ്ടാവും, സാമ്യത ഉണ്ടാവും. രണ്ട് രൂപത്തിൽ രണ്ട് ഗ്രന്ഥങ്ങൾ ഒരേപോലെ വരാം. ഒന്ന് മറ്റൊന്നിനെ കോപ്പി അടിച്ചതാവാം, അല്ലെങ്കിൽ രണ്ടും ഒരേ ഓർഡറിൽ നിന്നുള്ളതാവാം, അല്ലേ? അപ്പോൾ അതാവാനുള്ള സാധ്യതയും ഇല്ലേ എന്നൊക്കെ ആളുകൾ ചിന്തിക്കും. ഓക്കെ, അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നതാണ്, അതായത് ആ അറേബ്യയുടെ ആ ഒരു വളരെ ചുരുങ്ങിയ പ്രദേശത്ത് മാത്രം ജീവിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ്
ഈ യഹൂദന്മാരുടെ ഗ്രന്ഥം മുഴുവൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളൊക്കെ അങ്ങനെ തന്നെ പറയാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കും. ചിലപ്പോൾ ഈ പരിഹസിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരുദ്ദേശത്തോടു കൂടി വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുന്ന അങ്ങനെ പോട്ടെ, കോപ്പി അടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അങ്ങനെയിട്ട് വെറുക്കട്ടെ അല്ലെങ്കിൽ മോശം ധരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ ആളുകൾ ചിന്തിക്കും, ശരി, അപ്പോൾ യഹൂദന്മാരുടെ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ പല കാര്യങ്ങളും അതിൽ പല മൂല്യങ്ങളും ഖുർആനിലുണ്ടെങ്കിൽ അതെങ്ങനെ പോസിബിൾ ആവും? മുഹമ്മദ് നബി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന സ്വതന്ത്രമായ അന്വേഷണങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ വരും. അത്തരത്തിലുള്ള അന്വേഷണങ്ങളുടെ അദ്ദേഹത്തിന് മനസ്സിലായ കുറച്ച് പോയിന്റുകളാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഖുർആനിനെയൊക്കെ വളരെ മോശമാക്കിക്കൊണ്ട് പിന്നെ ഈ ഇത്തരം ആളുകൾ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധരായ ആളുകളൊക്കെ സംസാരിക്കാറുണ്ട്, ഇസ്ലാമോഫോബിക്കുകൾ പല രൂപത്തിൽ സംസാരിക്കാറുണ്ട്. പക്ഷേ ആൾക്കാർ ഇതൊക്കെ ചിന്തിക്കും. ഒക്കെ ഖുർആനിൽ ഇവർ പറയുന്ന യുദ്ധസന്ദർഭത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് കോണ്ടെക്സ്റ്റിലോ ഒക്കെ പറയുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ആയത്തുകൾ ആളുകൾ അത് തന്നെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ആളുകൾക്ക് അത് കാര്യം മനസ്സിലാവും അല്ലേ. ഇന്നത്തെ ഇൻ്റർനെറ്റിൽ യുഗമാണ്. ഇവർ പറയുന്ന ആയത്തിൻ്റെ നമ്പർ അടിച്ച് നോക്കിയിട്ട് അതിൻ്റെ തഫ്സീർ എന്നുള്ളത് മലയാളത്തിൽ അടിച്ചാൽ മലയാളത്തിലുള്ള അതിൻ്റെ വിശദീകരണമൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. ഖുർആൻ മലയാളം തഫ്സീർ എന്ന് പിന്നെ ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ അടിച്ചു നോക്കിയാൽ ഏത് ആയത്തിൻ്റെയും അതിൻ്റെ വിശദീകരണം എന്താണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവർ തെറ്റിദ്ധരിപ്പിച്ചാലും സ്വതന്ത്രമായി അന്വേഷിക്കുന്ന ആളുകൾക്ക് അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഇത്തരക്കാരായ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. അവിടെയാണ് അദ്ദേഹം ഇപ്പം ഒന്നും വേണ്ട, ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ആയത്തുകൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ആളുകൾ ഈ ചാറ്റ് ജി പി ടി ഒക്കെ ഉപയോഗിക്കുന്ന കാലമാണല്ലോ. ചാറ്റ് ജി പി ടിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക, വിശുദ്ധ ഖുർആനിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ഈ വയലൻസ് റിലേറ്റഡ് എന്ന് പറയുന്ന അത്തരം ആയത്തുകൾ എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത് ആളുകൾ അടിച്ചു നോക്കും അല്ലേ. ബാക്കി അപ്പോൾ ഏകദേശം 2% വരിക. ഒരു മൊത്തം ഗ്രന്ഥത്തിൻ്റെ ഒരു 2% ഏതെങ്കിലും യുദ്ധ സാഹചര്യത്തിലൊക്കെ ഉള്ള വിഷയങ്ങളായിട്ട് വരുന്നത്. അത് ആ യുദ്ധത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ. യുദ്ധത്തിൽ പിന്നെ പോയിട്ട് ആ എതിരാളികളെ കൊല്ലുക എന്നുള്ളതല്ലാതെ കെട്ടിപ്പിടിച്ച് നോക്കൂലല്ലോ. അപ്പോൾ ബാക്കി 98% എന്താ ഉള്ളത്? മാതാപിതാക്കളോടുള്ള കടമകൾ, സമൂഹത്തോടുള്ള കടമകൾ, ദൈവത്തിൻ്റെ ഏകത്വം, പ്രവാചകത്വം, അതേപോലെ തന്നെ മുൻ പ്രവാചകന്മാരുടെ ചരിത്രം. ഇതൊക്കെ എങ്ങനെയാണ് ഒന്നും അറിയാത്ത ഈ അറേബ്യയിൽ മക്കയിലും മദീനയിലും അങ്ങനെയുള്ള വളരെ ചുരുങ്ങിയ പ്രദേശത്ത് മാത്രം ജീവിച്ച മുഹമ്മദ് നബിക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഇത് ആളുകൾ ചിന്തിക്കും. ഇവരിങ്ങനെ ഖുർആൻ അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ആളുകൾ ജസ്റ്റ് ചാറ്റ് ജി പി ടിയിൽ നോക്കൂല എത്ര ആയത്തുകൾ അങ്ങനെ ഉണ്ട്. ഓക്കെ, ഇവർ ഈ പറയുന്ന അങ്ങനെ തന്നെയാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പോലും എത്ര ആയത്തുണ്ടെന്ന് ആൾക്കാർ സെർച്ച് ചെയ്യൂലേ. ബാക്കി ഈ ബൾക്ക് ഓഫ് ദ ഖുർആൻ എന്താണെന്നുള്ളത് ആൾക്കാർ നോക്കൂലേ. ജസ്റ്റ് നമുക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ ഖുർആൻ വായിക്കാൻ കിട്ടും അല്ലേ, മലയാളത്തിൻ്റെ പരിഭാഷ അടക്കം കിട്ടും. ആൾക്കാർ ഇത് വായിച്ചു നോക്കൂലേ. അപ്പോൾ അദ്ദേഹം അത് പറയുന്നത് ഒരുപാട് തത്വങ്ങൾ അതിൽ കാണാൻ പറ്റും അല്ലേ. വളരെ സുന്ദരമായ ആശയങ്ങൾ കാണാൻ സാധിക്കും. മാതാപിതാക്കളോട് പെരുമാറുന്നതിൻ്റെ എത്രത്തോളം നൈർമല്യത്തോടു കൂടിയാണ് പെരുമാറേണ്ടത്. വല തഖുല്ലഹുമ ഉഫിൻ, ഒരു ചേ എന്നുള്ള ഒരു വിയോജിപ്പിൻ്റെ ഒരു ശബ്ദം പോലും വരാൻ പാടില്ല എന്ന ആശയങ്ങൾ അവിടെ കാണാൻ സാധിക്കും. പലതരത്തിൽ സാമൂഹികമായി ഇടപെടുന്നതിൻ്റെ വിഷയത്തിൽ, വൈയക്തികമായ പിന്നെ ഒരു വിമലീകരണത്തിൻ്റെ പല കൺസെപ്റ്റുകളും നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക്, വളരെ ചുരുങ്ങിയ ഒരു പ്രദേശത്ത് മാത്രം ജീവിച്ച, അത് തന്നെ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയുടേതായ രൂപത്തിൽ എങ്ങനെയാണത് പറയാൻ പറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ബാക്കി നമുക്ക് പറഞ്ഞ കുറേ ഉണ്ട്. പക്ഷേ ഇത് അക്ഷരാഭ്യാസം ഇല്ലാത്ത 6-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ സാധിക്കണം? ഇത് ഒരു ജ്ഞാനം അല്ലെങ്കിൽ ഒരു അറിവ് ഒരാൾ പറഞ്ഞു കൊടുക്കാതെ എങ്ങനെയാണ് ഈ വ്യക്തിക്ക് ഇത് മനസ്സിലാക്കുക? അപ്പോൾ ഇത് ശരിക്കും വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് ആ ഒരു പ്രദേശത്ത് വളരെ കാലങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു മുഹമ്മദ് എന്ന് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് മാത്രമല്ല, അവിടെ മുഹമ്മദ് നബിക്ക് അക്ഷരജ്ഞാനമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ അക്ഷരജ്ഞാനമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നുള്ളത് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെതായ അന്വേഷണങ്ങളിലൂടെയും ആലോചനയിലൂടെയൊക്കെ എത്തിയതാണെന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഈ പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലോ, ഇത് വിശുദ്ധ ഖുർആനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, ഇതിനു മുമ്പ് നീ വല്ല ഗ്രന്ഥം പാരായണം ചെയ്യുകയോ നിൻ്റെ വലതു കൈ കൊണ്ട് എഴുതുകയോ ചെയ്തിരുന്നില്ല. എന്നിട്ട് പിന്നെ വിശുദ്ധ ഖുർആൻ പറയാണ്, ഇദല്ലർതാബൽ മുബ്തിലൂൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ, നീ അങ്ങനെ നിനക്ക് പിന്നെ എഴുതാനും വായിക്കാനൊക്കെ അറിയാമായിരുന്നു, നീ മുമ്പ് ഗ്രന്ഥം എഴുതുകയോ അല്ലെങ്കിൽ ഗ്രന്ഥം വായിക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു. ആ സംശയത്തിന് പോലും ഇടയില്ല. അദ്ദേഹം പറയുന്ന ആ ആർഗ്യുമെൻ്റ് അദ്ദേഹം ഈ വിശുദ്ധ ഖുർആൻ കണ്ടിട്ടൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ ഈ ആയത്ത് കണ്ടിട്ടൊന്നും ആയിരിക്കില്ല. അദ്ദേഹം ഒന്ന് ആലോചിച്ചതാണ്. ശരിക്കും അക്ഷരജ്ഞാനമില്ലാത്ത, ഒരു ഗ്രന്ഥവും വായിച്ചിട്ടില്ലാത്ത, സ്വന്തമായി എഴുതാൻ അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയാൻ, ഇത്രയും വലിയ തത്വങ്ങൾ പറയാൻ സാധിക്കുക? വിശുദ്ധ ഖുർആൻ അതേ കാര്യമാണ് ചോദിക്കുന്നത്. നീ ഇതിനു മുമ്പ് വല്ല ഗ്രന്ഥം പാരായണം ചെയ്യുകയോ നിൻ്റെ വലതു കൈ കൊണ്ട് അത് എഴുതുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ചെറിയൊരു സംശയത്തിനുള്ള ഒരു വഴിയെങ്കിലും ബാക്കിയുണ്ടായിരുന്നു. അതുപോലും
ആ സംശയത്തിനുള്ള വഴി പോലും ബാക്കിയില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതേ കാര്യത്തിലേക്കാണ് ഒരു സത്യാന്വേഷണവുമായി അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ സമീപിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ അതേ കാര്യത്തിലേക്കാണ് അദ്ദേഹം എത്തിയത്. വളരെ സുന്ദരമായിട്ട് തോന്നി. ബാക്കി നമുക്ക് കേൾക്കാം. അന്ന് കാലത്തുണ്ടായിരുന്ന ഈ മുഹമ്മദ് എന്ന് പറയുന്ന അതേ റേഞ്ചിലുള്ള ആൾക്കാർ തന്നെയല്ലേ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഉറപ്പുണ്ട്, ഒരു ശക്തിയാണ് ഇദ്ദേഹത്തിന് ഇത് പറഞ്ഞു കൊടുത്തെന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റാണ് അത്. കാരണം എന്താ വെച്ചാൽ 7-ാം നൂറ്റാണ്ടിൽ അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ അതേ സമകാലീനരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഇന്നും സ്മരിക്കപ്പെടുന്ന കോടിക്കണക്കിന് ആളുകൾ പ്രവാചകനായിക്കൊണ്ട് സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിക്കുന്നവരായി നിലകൊണ്ടു? ഇത് ആളുകൾക്ക് ചിന്തിക്കാവുന്നൊരു കാര്യമാണ് അല്ലേ. ഒരു വ്യക്തിക്ക് മാത്രം എങ്ങനെ സാധിച്ചു, ബാക്കിയുള്ളവർക്കൊന്നും സാധിക്കാതെ എന്നുള്ളത് സ്വതന്ത്രമായി അന്വേഷിക്കുന്ന, സത്യാന്വേഷണം നടത്തുന്ന ആർക്കും ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. കാരണം ഈ പറയുന്ന ഞാൻ പിന്നെ ബൈബിളിലത്തെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് അറിവുകൾ, ആ പ്രാന്തപ്രദേശങ്ങളിലുള്ള കാര്യങ്ങൾ, നിയമങ്ങൾ, അതുമാതിരി തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയണ കണ്ടമാനം കാര്യങ്ങളുണ്ട്. ഞാനത് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഒരു മനുഷ്യനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള വിശ്വസിക്കുന്നില്ല. ഒരു മലക്ക് എന്നാണ് എനിക്കത് മനസ്സിലായത്. ഒരു മലക്ക് ഉപദേശിച്ചു കൊടുത്ത് ഒരു കാര്യം ആലോചിക്കാൻ എന്താണ് പറഞ്ഞത്, നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, സൃഷ്ടാവായ ഒരു ദൈവം മാത്രമേ ഉള്ളൂ നമുക്ക്, ആ സൃഷ്ടാവായ ദൈവത്തെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവോ എന്ന് ആ പ്രദേശങ്ങളിലുള്ള ജനങ്ങളിലേക്ക് പുതിയൊരു അറിവ് പോലെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെന്താ മറ്റുള്ള ദൈവങ്ങളെയൊക്കെ നീ ഒഴിവാക്കാണോ എന്ന് ചോദിച്ചവരുടെ ഇടയിൽ ഈ ഒരു ദൈവം, ഏകദൈവം, ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവോ എന്നുള്ളത് അവരിലേക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത വ്യക്തിക്ക് അങ്ങനെ സാധിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ സട്ടാവായ ദൈവത്തെ അല്ലാതെ മറ്റ് ആരാധ്യ വസ്തുക്കളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എല്ലാത്തിനെയും സൃഷ്ടിച്ച, ഒന്നിനെയും ആരാധിക്കരുത്, അതിനെയൊക്കെ സൃഷ്ടിച്ച സട്ടാവിനെ മാത്രം. ഇത് ശരിക്കും അദ്ദേഹത്തിന് വളരെ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇത് ഏതൊരു വ്യക്തിക്കും പ്രത്യേകിച്ചൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ വെറുപ്പോ അത്തരത്തിലുള്ള പ്രെജുഡൈസോ ഒന്നും ഇല്ലാതെ ഈ വിഷയങ്ങളൊക്കെ സമീപിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റും. അതാണ് തൗഹീദിൻ്റെ, ഏകദൈവ വിശ്വാസത്തിൻ്റെ ഒരു സൗന്ദര്യം. അതാണ് ഏതൊരു വ്യക്തിക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ഒക്കെ സൃഷ്ടിച്ച ഒരു സട്ടാവുണ്ട്. ആ സട്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ആരാധനക്കർഹൻ അവന് മാത്രമാണ്. ഇത് വളരെ സിമ്പിളാണ്, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്നാൽ വളരെ ബൃഹത്തായ ഒരു ആശയമാണ്. ഇതെങ്ങനെയാണ് അവിടെ ഈ അക്ഷരജ്ഞാനമില്ലാത്ത അങ്ങനെ മറ്റുള്ളവരെ പോലെ ആയ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് സാധിക്കുക? അവിടെ സ്വാഭാവികമായിട്ടൊരു റെവലേഷൻ ആവശ്യമാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. ഇന്നിപ്പോൾ മുഹമ്മദിനെ കുറ്റം പറഞ്ഞത് ഒരുപാട് വീഡിയോ ഇറക്കണവരൊക്കെ ഒന്ന് വെറുതെ ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തിനെ പിൻപറ്റിക്കൊണ്ട് 200 കോടി ജനം ലോകത്തുണ്ട്, നിസ്സാര ശക്തിയല്ല. അങ്ങനെ ഒരാൾക്ക് അത്രയും പൊട്ടയ ഒരു എന്താ പറയുക, ഒന്നിനും കഴിവില്ലാത്ത, നുണ പറയുന്ന അല്ലെങ്കിൽ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആരാണ് അംഗീകരിക്കുക? പോട്ടെ, ഈ കുറ്റം പറയണത് നിങ്ങൾ അംഗീകരിക്കില്ലേ? ശരി, നിങ്ങൾക്ക് ഇത്ര അറിവ് ഈ കാലഘട്ടത്തിൽ ജ്ഞാനം അല്ലാതെ നിങ്ങൾക്കുണ്ട്. നിങ്ങളിങ്ങനെ ഒരു ജ്ഞാനത്തിനെ കുറിച്ച് സംസാരിച്ച് നിങ്ങളുടെ പക്ഷത്ത് എത്ര ആൾ വരും? നിങ്ങൾ മരിക്കണവരെ എണ്ണി കഴിഞ്ഞാൽ ഒരു 100 ആളെ സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇവർ ഈ പറയുന്ന കുറ്റം പറയുന്ന ഒന്നുമില്ല, ഒരു ഇതില്ല, നുണ പറയുകയാണ്, അങ്ങനെ പറയുകയാണ്, ഇങ്ങനെ പറയുകയാണ്, മോശക്കാരനാണെന്ന് പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് 200 കോടി ഫോളോവേഴ്സ് ഉണ്ടാവുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ. അത്രയും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ? ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ പല കൂണ് പോലെ പല ആൾദൈവങ്ങൾ ഇങ്ങനെ വരും, അല്ലെങ്കിൽ പല ആചാര്യന്മാർ വരും. അവരൊക്കെ കുറച്ചിങ്ങനെ അതും ഇതും ഫിലോസഫി ഇങ്ങനെ പറയും. അവരുടെ കാലഘട്ടത്തിൽ കുറച്ച് ആൾക്കാർ അവരുടെ കൂടെ കൂടും, പിന്നെ അതങ്ങനെ പോകും, വിസ്മൃതിയിലേക്ക് ആണ്ടുപോകും. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇന്നും കോടിക്കണക്കിന് ആളുകൾ സ്വന്തം ജീവനേക്കാളേറെ ഒരാളെ സ്നേഹിക്കുന്ന രൂപത്തിൽ അത്രമേൽ അവർക്ക് സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് എന്നുള്ളത് സത്യാന്വേഷണം നടത്തുന്ന ആളുകൾക്ക് മനസ്സിലാവും. ദർ ഈസ് സംതിങ്. ആ ആൾ പറയുന്നത് അത് ഒരു കേവലം മനുഷ്യൻ്റെ വാക്കുകളല്ല എന്നുള്ളത്. ഇതൊരു പക്ഷേ ചില ആളുകളൊക്കെ ഒരുപക്ഷെ ഇതിനോട് കണക്ട് ചെയ്ത് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവരെ ഒരുപാട് ആളുകളുണ്ടല്ലോ, മറ്റു മതസ്ഥരുണ്ടല്ലോ. തീർച്ചയായും അവിടെയാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. മുസ്ലിങ്ങളുടെ അടിസ്ഥാനം എന്താ? യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാം, അതും ആ യേശു ക്രിസ്തുവും ദൈവത്തിൻ്റെ ദൂതനാണ്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ വലിയ മതങ്ങളുടെ ആചാര്യന്മാരായിട്ടോ അല്ലെങ്കിൽ കാണുന്ന പല ആളുകളും ദൈവത്തിൻ്റെ ദൂതന്മാർ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചത്. എന്നാൽ അതേ സമയത്ത് ആ മതത്തിൻ്റെ വക്താക്കൾ പിന്നീട് ആ പ്രവാചകന്മാർ പറഞ്ഞതിനപ്പുറത്തേക്കും വേറെ കുറേ കാര്യങ്ങളൊക്കെ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണ ദൈവികമാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അവർ പറയുന്നതിലും ഒരുപാട് മൂല്യങ്ങളുണ്ട്, ഒരുപാട് നന്മകളുണ്ട്, പക്ഷേ പൂർണ്ണമായി ദൈവികമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെയും നമ്മൾ മനസ്സിലാക്കുന്നു, യേശു ക്രിസ്തുവിന് എന്തുകൊണ്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായി? ആ യേശു ക്രിസ്തു, ഈസാ നബി അലൈഹി സ്വലാം ദൈവത്തിൻ്റെ ദൂതനായതുകൊണ്ടാണ്. സാധാരണ മനുഷ്യനല്ല, അല്ലേ? മറ്റുള്ളവരെ പോലെ ഒരാളല്ല. ആ ദൈവത്തിൽ നിന്നുള്ള റെവലേഷൻ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയത്. പക്ഷേ പിന്നീട് ഫോളോവേഴ്സ് എന്ത് ചെയ്തു? അതിൽ നിന്ന് തെറ്റിപ്പോയി. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ മനുഷ്യൻ്റെ ചിന്തകൾ അത് കാലഘട്ടത്തിൽ പരിമിതമായിരിക്കും.
അത് യൂണിവേഴ്സൽ ആവില്ല. അദ്ദേഹം പറഞ്ഞല്ലോ മക്കയിലോ മദീനയിലോ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾക്ക് അക്സെപ്റ്റബിളായ യൂണിവേഴ്സലായ ഒരാശയം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് സ്വയം നിർമ്മിക്കാൻ എങ്ങനെയാണ് പോസിബിൾ ആവുക? ഇത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ആലോചിച്ചാൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ കാര്യം എന്ന് പറയുന്നത് ആലോചിക്കാൻ, ഈ വിഗ്രഹാരാധനകൾ മാറ്റിയിട്ട് ഒരു സൃഷ്ടാവായ ദൈവത്തിനെ ആരാധിക്കണം, അത് നല്ലൊരു കാര്യമല്ലേ? ഒരു ദൈവത്തിലേക്ക് ആരാധനക്രമം കൊണ്ടുവരിക എന്നുള്ളത് തന്നെ. ഈ അനേക ഈ ബലികളും നരബലികളും എന്താ പറയുക, അന്ന് കാലത്ത് നടക്കുന്ന ആ ദൂഷിച്ച എത്രയോ ആരാധനക്രമങ്ങൾ മാറ്റിക്കൊണ്ടാണ് ഏകത്തെ ദൈവത്തിലേക്ക് ഒരു ആരാധനക്രമം ആൾ കൊണ്ടുവരുന്നത്. അത് തന്നെയല്ല, അതിന് നിയമങ്ങൾ വെച്ചു, അതിന് വ്യവസ്ഥ വെച്ചു, അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്ക് എങ്ങനെ സാധിക്കണേ? എന്തായാലും ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ശക്തി അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? കുറ്റം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ എക്സ് മുസ്ലിം ആയാലും മറ്റുള്ള ഇതിനെ കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇതിലൊരു നന്മയില്ല എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? ഏതൊരു കാര്യത്തിലും ഒരു നന്മ ഉണ്ടാവില്ലേ? മറ്റൊരു വിശ്വാസധാരയിൽ നിന്ന് വന്നിട്ട് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഇത്രയും അനുയായികൾ 200 കോടി ജനങ്ങൾ ഈ ഭൂമിയിലേക്ക് വിശ്വാസധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക അതൊരു ചെറിയ കാര്യമല്ല. അദ്ദേഹത്തിന്റെ പിന്നിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പൊ മലക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി അത് പറഞ്ഞു കൊടുക്കാതെ ഒരു വ്യക്തിക്ക് ഇത്രയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഖുർആൻ എഴുതി ഹദീസുകൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഒരു വിശ്വാസ സംഹിത ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? അത് നടക്കുന്ന കാര്യമാണോ ഭൂമിയിൽ? അപ്പോൾ ഇത് വളരെ വിശദമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ഖുർആൻ ഇങ്ങനെ, ഈ ഖുർആൻ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇവർ പറയുന്ന ഈ ആരോപണങ്ങൾ കേട്ടു പോകുക എന്നുള്ളതിനപ്പുറത്ത് ഖുർആൻ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇത് ആളുകൾക്ക് ചെക്ക് ചെയ്യാനും ഒരുപാട് തരത്തിലുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് അതിന് ഓപ്ഷൻസ് അതിനുണ്ട് അല്ലേ? ഇപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ രൂപത്തെക്കുറിച്ച് അത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്ന വിശുദ്ധ ഖുർആനും ഹദീസുകളുമാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നേരിട്ട് ഇറങ്ങിയിട്ടുള്ള വചനങ്ങൾ എന്നുള്ളതാണ് വിശ്വാസികൾ പറയുന്നത്. ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ വചനങ്ങൾ എന്നുള്ളതാണ്, പ്രവാചകൻ്റെ സംസാരങ്ങൾ, പ്രവർത്തികൾ എന്നുള്ളതൊക്കെയാണ്. ഇതിനെ രണ്ടിനെയും ലിംഗ്വിസ്റ്റിക്കലി കമ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മതി. അതായത് ഇവർ പറയുന്നത് എന്താ, ഈ പറഞ്ഞ വിമർശകരായ ആൾക്കാർ പറയുന്നത് ഖുർആൻ മുഹമ്മദ് നബി തന്നെ എഴുതിയതാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഒരാൾ, അതായത് ഞാൻ തന്നെ 2 ഗ്രന്ഥം എഴുതുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനാണ് മുഹമ്മദ് നബി എന്ന് വിചാരിക്കുക. ഞാൻ ഖുർആനും എഴുതുന്നു, ഹദീസും എഴുതുന്നു, അല്ലെങ്കിൽ ഹദീസിൻ്റെ വാചകങ്ങളാണ് ഖുർആനും എന്ത് ചെയ്യുന്നു ഞാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടും എൻ്റെ സൃഷ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ടിനും അതിൻ്റെ ലിംഗ്വിസ്റ്റിക് ഒരു സിമിലാരിറ്റി ഉണ്ടാവും. എൻ്റേതായ ഒരു ശൈലി അതിലുണ്ടാവും. എനിക്ക് പൂർണ്ണമായും മാസ്ക് ചെയ്തുകൊണ്ട്, ആ ശൈലി മാസ്ക് ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റില്ല. ഹ്യൂമൻലി പോസിബിൾ അല്ല. എന്നാൽ വിശുദ്ധ ഖുർആനെയും ഹദീസിനെയും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വിശുദ്ധ ഖുർആനിൻ്റെ ലിംഗ്വിസ്റ്റിക്സ് ശൈലി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഒരേ വ്യക്തി തന്നെയാണ് ഖുർആനും ഹദീസും പറഞ്ഞതെങ്കിൽ, എഴുതിയതെങ്കിൽ അത് രണ്ടും അതിൽ ഒരേ ശൈലി അവിടെ സ്വാഭാവികമായിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന വിശുദ്ധ ഖുർആൻ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ശൈലിയാണ്. ഹദീസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ പറയുന്ന രൂപത്തിലാണുള്ളത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഒരിക്കലും ഒരു മനുഷ്യൻ്റേതല്ല, അത് തന്നെ മുഹമ്മദ് നബി എഴുതിയതല്ല വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അങ്ങനെയുള്ള കമ്പാരിസൺസിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ആളുകൾ എന്തെങ്കിലും ചിന്തിക്കും, ഖുർആൻ ഹദീസ് എന്നൊക്കെ ഒരു നിലക്കും ഇസ്ലാമിനെ കുറിച്ചൊന്നും കേൾക്കാൻ സാധ്യതയില്ലാത്ത ആൾക്കാർ ഈ എക്സ് മുസ്ലിങ്ങളെ ഇങ്ങനെയുള്ള കുറേ വീഡിയോകളൊക്കെ കാണുമ്പോൾ അവർ സ്വയം ആലോചിക്കും, ഇങ്ങനെയുള്ള കൺക്ലൂഷൻസിലേക്ക് അവരെത്തും എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വെറുതെ കുറ്റം പറയുന്നത് മാത്രമേ ഈ എക്സ് മുസ്ലിം ആയാലും ഇതിനെക്കുറിച്ച് ആൾക്കാർ പറയുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യം കാഴ്ചപ്പാടൊക്കെ അത്ര തന്നെയായിട്ടുള്ളൂ. ഞാനിപ്പോൾ കുറേശ്ശെ മനസ്സിലാക്കുന്ന രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു പ്രവാചകത്വം തന്നെയാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്രയും ആ 6-ാം നൂറ്റാണ്ടാന്ന് ആലോചിക്കണം. ആ 6-ാം നൂറ്റാണ്ടിലുള്ള കാര്യങ്ങൾ ഇതുപോലെയൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ശക്തി നടന്നുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ ഞാനൊരു പുറത്തുനിന്നുള്ള ഒരാളാകുമ്പോൾ എനിക്ക് അത്രയ്ക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ മുസ്ലിമായിട്ട് അതിനെക്കുറിച്ച് പഠനങ്ങൾ കൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തിയിട്ടുള്ള, അതിൻ്റെ നന്മ കണ്ടെത്തിയിട്ടില്ല എന്നല്ല ഇവിടെ തെളിയണത്. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അതിലിത്രേ ഉള്ളൂ. ഇദ്ദേഹം പുറത്തുനിന്നുള്ള ആൾ എന്ന് വെച്ചാൽ, പുറത്തുനിന്ന് മീൻസ് ഈ ഇസ്ലാമിക വിശ്വാസത്തിൽ ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ഇതിലാകെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇദ്ദേഹം സത്യാന്വേഷണമാണ് നടത്തിയത്, മറ്റുള്ളവർ കുറ്റാന്വേഷണമാണ് നടത്തിയത്. അത്രയുള്ള സംഭവം. മറ്റുള്ളവർ എങ്ങനെയെങ്കിലും കുറ്റം കണ്ടെത്താനാണ് നോക്കുന്നത്. എന്ത് ആയത്തിലും ഏത് വചനത്തിലും എങ്ങനെ മോശമാക്കി അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും, വരികൾക്കിടയിലൂടെ വ്യാഖ്യാനിച്ചിട്ട് എങ്ങനെ കുറ്റം കണ്ടെത്താൻ പറ്റും എന്നാണ് അവർ നോക്കിയത്. ഇദ്ദേഹം നോക്കിയെന്ന് വെച്ചാൽ ഓക്കെ, കുറേ ഇസ്ലാമിനെക്കുറിച്ചും ഖുറാനെക്കുറിച്ചൊക്കെ കേൾക്കുന്നു, എക്സ് മുസ്ലിം എന്നൊക്കെ കുറേ വീഡിയോ കാണുന്നു. അപ്പോൾ ഇദ്ദേഹം സത്യമാണ് അന്വേഷിച്ചത്, എന്താണ് ശരി, ഇത് ശരിക്കും എന്താ സംഭവം എന്നുള്ളതാണ് ഇദ്ദേഹം അന്വേഷിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ഇറ്റ് ഈസ് നെവർ പോസിബിൾ ഫോർ എ ഹ്യൂമൻ, ഒരിക്കലും ഒരു മനുഷ്യന് ഇത് പോസിബിൾ അല്ല. അത് തന്നെ 6-ാം നൂറ്റാണ്ടിലുള്ള അത്രയും പരിമിതമായ ഒരു പ്രദേശത്ത് ജീവിച്ച ഒരാൾക്ക് ഇറ്റ് ഈസ് ഹ്യൂമൻലി ഇംപോസിബിൾ എന്നുള്ളത് അദ്ദേഹം എത്തുകയാണ്. അത് സത്യാന്വേഷണം നടന്നുകൊണ്ടാണ്. അദ്ദേഹം വേറൊരു മതത്തിലായോ ഈ മതത്തിലായോ എന്നുള്ളതൊന്നല്ല അവിടെ വിഷയം.
അദ്ദേഹം അന്വേഷിച്ചത് സത്യമാണോ കുറ്റമാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വരുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങൾ ഒന്നും കൂടി ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ പറയണ ഈ എക്സ് മുസ്ലിം അങ്ങനത്തെ കേസുകളുള്ളവർ വിശ്വാസധാരയിൽ നിന്ന് പിന്മാറിപ്പോയവർ നിങ്ങളൊരു കാര്യം ചെയ്യും, വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ മാറി നിൽക്ക്. ശരി തെറ്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ജനിച്ചത് നിങ്ങൾക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കുക? എനിക്ക് തോന്നണില്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞതും ഓക്കെ, നിങ്ങൾക്കിനി ഇത് ബോധ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട. പക്ഷെ എന്തിനാണ് ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടും ഇവിടെ സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രൂപത്തിലൊക്കെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത്? ഇവിടെയുള്ള എല്ലാ മതസ്ഥരും അവരവരുടെ വിശ്വാസം അനുസരിച്ച് തന്നെ ജീവിക്കുകയും എന്നാൽ പരസ്പരം മനുഷ്യന്മാരെന്ന നിലക്ക് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഈ അവസ്ഥക്ക് പ്രശ്നമുണ്ടാക്കാൻ, കോട്ടമുണ്ടാക്കാൻ, ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ എന്തിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? നിരന്തരം ഒരു സമൂഹത്തിനും ഒരു വിശ്വാസത്തിനും എതിരായി നിരന്തരം പറയുക എന്നുള്ള ആ ഒരു പിന്നെ കോൺട്രാക്റ്റ് പണി എന്തിനാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വളരെ റെലവൻ്റ് ആയിട്ട് അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരക്കാരായ ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് ധ്രുവീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇങ്ങനെ സത്യാന്വേഷണം നടത്തുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ്. ആ നിലക്ക് സത്യം അന്വേഷിക്കുന്നവർക്ക് സത്യം കണ്ടെത്താൻ ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. അന്വേഷിക്കുന്നത് സത്യമായിരിക്കണം, കൃത്യമായ ഒരു നിഷ്കളങ്കമായ മനസ്സോടുകൂടി ആയിരിക്കണം എന്ന് മാത്രം. നമ്മുടേതായ കുറേ പ്രജുഡൈസും നമ്മുടെ കുറേ ഇച്ഛകളെ തൃപ്തിപ്പെടുത്താനുള്ള ആഗ്രഹങ്ങളും കൊണ്ടായിരിക്കരുത് എന്നുള്ളത് മാത്രം. അങ്ങനെ സത്യം അന്വേഷിക്കുവാനും അത് കണ്ടെത്താനുമുള്ള ഒരു തൗഫീഖ് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഏകനായ സട്ടാവ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.